നമസ്കാരം. വിഘടന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന 6 പള്ളികളിൽ കോടതി വിധി നടപ്പാക്കാത്തതിനെ തുടർന്ന് ഓർത്തഡോക്സ് സഭ നൽകിയ കോർട്ടലക്ഷ്യ കേസിൽ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു എറണാകുളം, ജില്ലാ കളക്ടർ, DGP തുടങ്ങിയവർ കോടതികളിൽ കയറിയിറങ്ങി നടക്കേണ്ട അവസ്ഥയാണ്. അവർ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർ വേണു മൂവാറ്റുപുഴ സബ് കളക്ടറായി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം സത്യസന്ധനും നീതിബോധവുമുള്ള ഉദ്യോഗസ്ഥനാണെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. പക്ഷെ ഈ കേസുകളിൽ ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നാണ് സഭാവിശ്വാസികളുടെ ചോദ്യം. ഉദ്യോഗസ്ഥർക്ക് എന്ത് ഓർത്തഡോക്സ് സഭ, എന്ത് പാത്രിയാർക്കീയ സഭ. പക്ഷേ അവരുടെ കൈകൾ കൂട്ടിക്കെട്ടപ്പെട്ട നിലയിലാണെന്ന് വേണം അനുമാനിക്കാൻ. വികട യാക്കോബായക്കാർക്ക് വേണ്ടി കൈകളിൽ കറ പുരളാത്ത IAS IPS കാരെ കൊണ്ട് ഈ നാലാംകിട പണിക്ക് ഉത്തരവിടുന്ന അധികാരവർഗം ഇവരെ ബലിയാടാക്കുകയാണ്. 7ഓ 8ഓ തവണയായി തുടർച്ചയായി ഹൈക്കോടതി ഉത്തരവ് ലംഘിക്കുന്നു. ഓടക്കാരിയിലെ അവസാന നാടകരംഗം നോക്കിയാൽ മനസ്സിലാകും. 35 യാക്കോബായ നടന്മാർ, 20 പോലീസ് ഉദ്യോഗസ്ഥർ. പക്ഷേ വിധി നടപ്പാക്കാൻ ആകുന്നില്ല പോലും. ചിറ്റപ്പൻ കോടികൾ തട്ടി എന്നത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പക്ഷേ അതിന്റെ പാപഭാരം അനുഭവിക്കുന്നതോ നിരപരാധികളായ ഉദ്യോഗസ്ഥരും. കോർട്ടലക്ഷ്യ കേസ് ക്രിമിനൽ സ്വഭാവമുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥർ സ്വന്തം കീശയിൽ നിന്നും പണമെടുത്ത് വക്കീലിനെ നിയോഗിക്കേണ്ടി വരും. ഇവിടെ പോലീസും യാക്കോബായ വിഘടന്മാരും തമ്മിലാണ് കയ്യാങ്കളി. ഓർത്തഡോക്സുകാർ ആ വിവാദ സ്ഥലത്തിന്റെ 7 അയലത്ത് പോലുമില്ല. എന്നാൽ കാരണഭൂത സംഘം ഇതൊരു സാമൂഹിക പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ വിഘടനും ചിറ്റപ്പനും തമ്മിലുള്ള അന്തർധാരയാണ് ഇതിൽ പ്രധാനം. അത് സജീവമാണ്. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ഈ തറ രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കുക.